ഹായ് എവരിവൺ എ.കെ.ആർ പീസ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് ടു പ്രിലിംസ് എക്സാമിൻ്റെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. 2022 ഫെബ്രുവരിയിൽ അമേരിക്കയിലെ കാലിഫോർണിയയിൽ നിന്നും വിക്ഷേപിച്ച അമേരിക്കയുടെ ഇന്റലിജന്റ് സാറ്റലൈറ്റ് NROL 87. 2022 ഫെബ്രുവരിയിൽ അമേരിക്കയിലെ കാലിഫോർണിയയിൽ നിന്നും വിക്ഷേപിച്ച അമേരിക്കയുടെ ഇന്റലിജന്റ് സാറ്റലൈറ്റ് NROL 87. 2022 ഇന്ത്യ സ്കിൽ റിപ്പോർട്ട് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. 2022 ഇന്ത്യ സ്കിൽ റിപ്പോർട്ട് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. സർക്കാർ മേഖലയിലെ ആദ്യ ന്യൂറോ കാത്ത് ലാബ് ആരംഭിക്കുന്ന കേരളത്തിലെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. സർക്കാർ മേഖലയിലെ ആദ്യ ന്യൂറോ കാത്ത് ലാബ് ആരംഭിക്കുന്ന കേരളത്തിലെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഇന്ത്യയിലെ ആദ്യ സ്പോർട്സ് യൂണിക്കോൺ കമ്പനിയായ IPL ടീം ചെന്നൈ സൂപ്പർ കിങ്സ്. ഇന്ത്യയിലെ ആദ്യ സ്പോർട്സ് യൂണിക്കോൺ കമ്പനിയായ IPL ടീം ചെന്നൈ സൂപ്പർ കിങ്സ്. ലോകം മുഴുവൻ ഒറ്റയ്ക്ക് വിമാനത്തിൽ സഞ്ചരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വനിത സാറ റുദർഫോർഡ്. ലോകം മുഴുവൻ വിമാനത്തിൽ ഒറ്റയ്ക്ക് സഞ്ചരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വനിത സാറ റുദർഫോർഡ്. 2022 വുമൺസ് പാൻ അമേരിക്കൻ കപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ രാജ്യം അർജന്റീന. 2022 വുമൺസ് പാൻ അമേരിക്കൻ കപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ രാജ്യം അർജന്റീന. ആൻഡമാൻ തീരക്കടലിൽ നിന്നും കണ്ടെത്തിയ പുതിയ പരാദജീവി നൊരിലേക്ക ഹതായി. ആൻഡമാൻ തീരക്കടലിൽ നിന്നും കണ്ടെത്തിയ പുതിയ പരാദജീവി നൊരിലേക്ക ഹതായി. 2022 ലോറസ് വേൾഡ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ അത്ലറ്റ് നീരജ് ചോപ്ര. 2022 ലോറസ് വേൾഡ് ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ അത്ലറ്റ് നീരജ് ചോപ്ര. 2022 ഫെബ്രുവരിയിൽ നടക്കുന്ന പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗ്യചിഹ്നം ഷേര. 2022 ഫെബ്രുവരിയിൽ നടന്ന പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗ്യചിഹ്നം ഷേര. അടുത്തിടെ GST അടയ്ക്കുന്നവർക്ക് ഗേറ്റിംഗ് സ്കോർ കാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളം. അടുത്തിടെ GST അടയ്ക്കുന്നവർക്ക് ഗേറ്റിംഗ് സ്കോർ കാർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളം. ലോകത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ പവേർഡ് ഫ്ലൈയിങ് ബോട്ട് നിർമ്മിക്കുന്നത് ദുബായ്. ലോകത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ പവേർഡ് ഫ്ലൈയിങ് ബോട്ട് നിർമ്മിക്കുന്നത് ദുബായ്. ഫെബ്രുവരി 2022 കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം കണ്ടെത്തിയ പുതിയ മത്സ്യം പോളവറ്റ. ഫെബ്രുവരി 2022 കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം കണ്ടെത്തിയ പുതിയ മത്സ്യം പോളവറ്റ. 2022 ഫെബ്രുവരിയിൽ കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം 54 ചൈനീസ് ആപ്പുകൾ നിരോധിച്ചത് IT ആക്ട് 2000 സെക്ഷൻ 69A പ്രകാരം. 2022 ഫെബ്രുവരിയിൽ കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം 54 ചൈനീസ് ആപ്പുകൾ നിരോധിച്ചത് IT ആക്ട് 2000 സെക്ഷൻ 69A പ്രകാരം. GEM 2021-22 റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ പുതിയ ബിസിനസ് ആരംഭിക്കാൻ ഏറ്റവും എളുപ്പമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 4. GEM 2021-22 റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ പുതിയ ബിസിനസ് ആരംഭിക്കാൻ ഏറ്റവും എളുപ്പമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 4. ജെയിംസ് വെബ് ദൂരദർശിനി പകർത്തിയ ആദ്യ ചിത്രമായ HD 84-406 എന്ന നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് ഉർസ മേജർ നക്ഷത്ര സമൂഹത്തിൽ. ജെയിംസ് വെബ് ദൂരദർശിനി പകർത്തിയ ആദ്യ ചിത്രമായ HD 84-406 എന്ന നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് ഉർസ മേജർ നക്ഷത്ര സമൂഹത്തിൽ. 2022 ഫെബ്രുവരിയിൽ പുകവലിശീലം ഒഴിവാക്കാൻ ആളുകളെ സഹായിക്കുന്നതിനായി ലോകാരോഗ്യ സംഘടന പുറത്തിറക്കുന്ന ആപ്ലിക്കേഷൻ ക്വിറ്റ് ടൊബാക്കോ ആപ്പ്. 2022 ഫെബ്രുവരിയിൽ പുകവലിശീലം ഒഴിവാക്കാൻ ആളുകളെ സഹായിക്കുന്നതിനായി ലോകാരോഗ്യ സംഘടന പുറത്തിറക്കുന്ന ആപ്ലിക്കേഷൻ ക്വിറ്റ് ടൊബാക്കോ ആപ്പ്.
ക്രൂ ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിൽ ശാസ്ത്രീയ പഠനങ്ങൾ നടത്തുന്നതിനായി 4 ബഹിരാകാശ യാത്രികരെ അയക്കുന്ന സ്പേസ് എക്സിന്റെ ദൗത്യം പോളാരിസ് ഡാൺ. ക്രൂ ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിൽ ശാസ്ത്രീയ പഠനങ്ങൾ നടത്തുന്നതിനായി 4 ബഹിരാകാശ യാത്രികരെ അയക്കുന്ന സ്പേസ് എക്സിന്റെ ദൗത്യം പോളാരിസ് ഡാൺ. 2022 ഫെബ്രുവരിയിൽ സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ ഹെൽപ്പ് ലൈൻ നമ്പർ 1930. 2022 ഫെബ്രുവരിയിൽ സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ ഹെൽപ്പ് ലൈൻ നമ്പർ 1930. 2022 ഫെബ്രുവരിയിൽ ആദിത്യ ബിർള ഗ്രൂപ്പ് നിക്ഷേപം നടത്തിയ യുഎയിലെ ആദ്യ ഡിജിറ്റൽ ബാങ്ക് സാൻഡ്. 2022 ഫെബ്രുവരിയിൽ ആദിത്യ ബിർള ഗ്രൂപ്പ് നിക്ഷേപം നടത്തിയ യുഎയിലെ ആദ്യ ഡിജിറ്റൽ ബാങ്ക് സാൻഡ്. 2021 US ജിയോളജിക്കൽ സർവേയുടെ കണക്കുകൾ പ്രകാരം ലോകത്ത് സ്വർണ്ണ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ചൈന. 2021 US ജിയോളജിക്കൽ സർവേയുടെ കണക്കുകൾ പ്രകാരം ലോകത്ത് സ്വർണ്ണ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ചൈന. ദേശീയ ഏകജാലക സംവിധാനവുമായി സംയോജിപ്പിക്കുന്ന ആദ്യ കേന്ദ്രഭരണ പ്രദേശം ജമ്മു ആൻഡ് കാശ്മീർ. ദേശീയ ഏകജാലക സംവിധാനവുമായി സംയോജിപ്പിക്കുന്ന ആദ്യ കേന്ദ്രഭരണ പ്രദേശം ജമ്മു ആൻഡ് കാശ്മീർ. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ബന്ധം, സൂര്യന്റെ ചലനാത്മകത, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന സ്പേസ് എൻവയോൺമെന്റ് എന്നിവയെക്കുറിച്ചുള്ള പഠനത്തിനായി നാസ പ്രഖ്യാപിച്ച പുതിയ ദൗത്യം മൾട്ടി സ്ലിറ്റ് സോളാർ എക്സ്പ്ലോറർ. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ബന്ധം, സൂര്യന്റെ ചലനാത്മകത, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന സ്പേസ് എൻവയോൺമെന്റ് എന്നിവയെക്കുറിച്ചുള്ള പഠനത്തിനായി നാസ പ്രഖ്യാപിച്ച പുതിയ ദൗത്യം മൾട്ടി സ്ലിറ്റ് സോളാർ എക്സ്പ്ലോറർ. ഇന്ത്യയുടെ ആധാർ കാർഡ് മാതൃകയിൽ യൂണിറ്ററി ഡിജിറ്റൽ ഐഡന്റിറ്റി ഫ്രെയിംവർക്ക് നടപ്പിലാക്കുന്ന രാജ്യം ശ്രീലങ്ക. ഇന്ത്യയുടെ ആധാർ കാർഡ് മാതൃകയിൽ യൂണിറ്ററി ഡിജിറ്റൽ ഐഡന്റിറ്റി ഫ്രെയിംവർക്ക് നടപ്പിലാക്കുന്ന രാജ്യം ശ്രീലങ്ക. 2022 ഫെബ്രുവരിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ വസ്ത്രങ്ങൾക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയ ഹൈക്കോടതി കർണാടക. 2022 ഫെബ്രുവരിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ വസ്ത്രങ്ങൾക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയ ഹൈക്കോടതി കർണാടക ഹൈക്കോടതി. 2022 ഫെബ്രുവരിയിൽ കണ്ടെത്തിയ ഏറ്റവും വലിയ റേഡിയോ ഗാലക്സി അൽസിയോണസ്. 2022 ഫെബ്രുവരിയിൽ കണ്ടെത്തിയ ഏറ്റവും വലിയ റേഡിയോ ഗാലക്സി അൽസിയോണസ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ 2023 സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നതിനായി ഔദ്യോഗികമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം മുംബൈ. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ 2023 സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നതിനായി ഔദ്യോഗികമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം മുംബൈ. 2022 ലോക മാതൃഭാഷ ദിനത്തിന്റെ പ്രമേയം യൂസിംഗ് ടെക്നോളജി ഫോർ മൾട്ടിലിംഗ്വൽ ലേണിംഗ് ചാലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. 2022 ലോക മാതൃഭാഷ ദിനത്തിന്റെ പ്രമേയം യൂസിംഗ് ടെക്നോളജി ഫോർ മൾട്ടിലിംഗ്വൽ ലേണിംഗ് ചാലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. T20 ക്രിക്കറ്റിൽ 100 വിജയങ്ങൾ നേടിയ രണ്ടാമത്തെ രാജ്യം ഇന്ത്യ. T20 ക്രിക്കറ്റിൽ 100 വിജയങ്ങൾ നേടിയ രണ്ടാമത്തെ രാജ്യം ഇന്ത്യ. ഹുറൂൺ ഇന്ത്യ വെൽത്ത് റിപ്പോർട്ട് 2021 പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുള്ള നഗരം മുംബൈ. ഹുറൂൺ ഇന്ത്യ വെൽത്ത് റിപ്പോർട്ട് 2021 പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുള്ള നഗരം മുംബൈ. പണമിടപാടുകളിലെ ഡിജിറ്റൽ വൽക്കരണത്തിനായി ഇന്ത്യയുടെ UPI സംവിധാനം സ്വീകരിക്കുന്ന ആദ്യ രാജ്യം നേപ്പാൾ. പണമിടപാടുകളിലെ ഡിജിറ്റൽ വൽക്കരണത്തിനായി ഇന്ത്യയുടെ UPI സംവിധാനം സ്വീകരിക്കുന്ന ആദ്യ രാജ്യം നേപ്പാൾ. പുതുതായി ഉയർന്നു വരുന്ന വൈറസുകളെയും രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്നതിനായി 2022 ഫെബ്രുവരിയിൽ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിൽ ഇന്ത്യയിലെ ആദ്യ ബയോസേഫ്റ്റി ലെവൽ 3 കണ്ടെയ്ൻമെന്റ് മൊബൈൽ ലബോറട്ടറി നിലവിൽ വരുന്നത് നാസിക്. പുതുതായി ഉയർന്നു വരുന്ന വൈറസുകളെയും രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്നതിനായി 2022 ഫെബ്രുവരിയിൽ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിൽ ഇന്ത്യയിലെ ആദ്യ ബയോസേഫ്റ്റി ലെവൽ 3 കണ്ടെയ്ൻമെന്റ് മൊബൈൽ ലബോറട്ടറി നിലവിൽ വന്നത് നാസിക്.
സെബിയുടെ പുതിയ മേധാവിയായി നിയമിതനായത് മാധബി പുരി ബച്ച്. സെബിയുടെ പുതിയ മേധാവിയായി നിയമിതനായത് മാധബി പുരി ബച്ച്. 2022 ഇന്ത്യയിൽ പോളിയോ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ദിവസമായി ആചരിച്ചത് ഫെബ്രുവരി 27. 2022 ഇന്ത്യയിൽ പോളിയോ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ദിവസമായി ആചരിച്ചത് ഫെബ്രുവരി 27. തെരുവ് മൃഗങ്ങൾക്ക് വേണ്ടി ആംബുലൻസ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തമിഴ്നാട്. തെരുവ് മൃഗങ്ങൾക്ക് വേണ്ടി ആംബുലൻസ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തമിഴ്നാട്. കാനഡ വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ പ്ലാൻ ബേസ്ഡ് COVID-19 വാക്സിൻ കോവിഫെൻസ്. കാനഡ വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ പ്ലാൻ ബേസ്ഡ് COVID-19 വാക്സിൻ കോവിഫെൻസ്. 2022 മാർച്ചിൽ ഗൂഗിൾ ഇന്ത്യയിൽ ആരംഭിച്ച സബ്സ്ക്രിപ്ഷൻ സർവീസ് പ്ലേ പാസ്. 2022 മാർച്ചിൽ ഗൂഗിൾ ഇന്ത്യയിൽ ആരംഭിച്ച സബ്സ്ക്രിപ്ഷൻ സർവീസ് പ്ലേ പാസ്. മികച്ച സർവകലാശാലയ്ക്കുള്ള നാഷണൽ സർവീസ് സ്കീം പുരസ്കാരം ലഭിച്ചത് കേരള സർവകലാശാല. മികച്ച സർവകലാശാലയ്ക്കുള്ള നാഷണൽ സർവീസ് സ്കീം പുരസ്കാരം ലഭിച്ചത് കേരള സർവകലാശാല. ടെസ്റ്റ് ക്രിക്കറ്റിൽ 400 വിക്കറ്റുകൾ നേടുന്ന നാലാമത്തെ ഇന്ത്യൻ താരം രവിചന്ദ്ര അശ്വിൻ. ടെസ്റ്റ് ക്രിക്കറ്റിൽ 400 വിക്കറ്റുകൾ നേടുന്ന നാലാമത്തെ ഇന്ത്യൻ താരം രവിചന്ദ്ര അശ്വിൻ. 2022 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് കെ ജയകുമാർ. 2022 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് കെ ജയകുമാർ. 2022 യുദ്ധത്തിൽ റഷ്യ പിടിച്ചെടുത്ത യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയം സാപ്പോറീസിയ. 2022 യുദ്ധത്തിൽ റഷ്യ പിടിച്ചെടുത്ത യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയം സാപ്പോറീസിയ. ഏത് രാജ്യത്താണ് 2022 ICC വുമൺസ് വേൾഡ് കപ്പ് ആരംഭിച്ചത്? ന്യൂസിലൻഡ്. ഏത് രാജ്യത്താണ് 2022 ICC വുമൺസ് വേൾഡ് കപ്പ് ആരംഭിച്ചത്? ന്യൂസിലൻഡ്. കാമൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് പോളിസി ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം രാജസ്ഥാൻ. കാമൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് പോളിസി ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം രാജസ്ഥാൻ. 2022 മാർച്ചിൽ മഡഗാസ്കർ നാശം വിധിച്ച ചുഴലിക്കാറ്റ് എംനാറ്റി. 2022 മാർച്ചിൽ മഡഗാസ്കർ നാശം വിധിച്ച ചുഴലിക്കാറ്റ് എംനാറ്റി. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ ഏത് രാജ്യവുമായാണ് കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ഒപ്പുവെച്ചത്? UAE. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ ഏത് രാജ്യവുമായാണ് കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ഒപ്പുവെച്ചത്? UAE. കയ്യൊപ്പിട്ട വഴികൾ എന്ന പുസ്തകം എഴുതിയത് ദിവ്യ എസ് അയ്യർ. കയ്യൊപ്പിട്ട വഴികൾ എന്ന പുസ്തകം എഴുതിയത് ദിവ്യ എസ് അയ്യർ. ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി തടയാനുള്ള റെയിൽവേയുടെ പദ്ധതി കവച്. ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി തടയാനുള്ള റെയിൽവേയുടെ പദ്ധതി കവച്. 2022 സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് ഓവറോൾ ചാമ്പ്യന്മാരായത് കോഴിക്കോട്. 2022 സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് കോഴിക്കോട്. 2021 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഒന്നാമത്തെ രാജ്യം ഫിൻലൻഡ്. 2021 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഒന്നാമത്തെ രാജ്യം ഫിൻലൻഡ്. 2022 പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ പുരസ്കാരം ലഭിച്ചത് ഉസ്താദ് അംജദ് അലി ഖാൻ. 2022 പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ പുരസ്കാരം ലഭിച്ചത് ഉസ്താദ് അംജദ് അലി ഖാൻ. 6 ക്രിക്കറ്റ് വേൾഡ് കപ്പ് കളിക്കുന്ന ലോകത്തിലെ ആദ്യ വനിതാ താരം മിതാലി രാജ്. 6 ക്രിക്കറ്റ് വേൾഡ് കപ്പ് കളിക്കുന്ന ലോകത്തിലെ ആദ്യ വനിതാ താരം മിതാലി രാജ്. 2022 ടി ദാമോദരൻ പുരസ്കാരം ലഭിച്ചത് ജിയോ ബേബി. 2022 ടി ദാമോദരൻ പുരസ്കാരം ലഭിച്ചത് ജിയോ ബേബി. മഞ്ഞുപാളികളെ സംരക്ഷിക്കാൻ വേണ്ടി ദേശീയോദ്യാനം നിലവിൽ വരുന്ന രാജ്യം ചിലി. മഞ്ഞുപാളികളെ സംരക്ഷിക്കാൻ വേണ്ടി ദേശീയോദ്യാനം നിലവിൽ വരുന്ന രാജ്യം ചിലി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് ആൻഡ് കൾച്ചറൽ ഹബ്ബ് ആരംഭിച്ച നഗരം മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് ആൻഡ് കൾച്ചറൽ ഹബ്ബ് ആരംഭിച്ച നഗരം മുംബൈ. ചരിത്രത്തിൽ ആദ്യമായി വനിതാ ജഡ്ജിമാർ മാത്രം അടങ്ങുന്ന ഫുൾ ബെഞ്ച് സിറ്റിംഗ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി കേരള ഹൈക്കോടതി.
ചരിത്രത്തിൽ ആദ്യമായി വനിതാ ജഡ്ജിമാർ മാത്രം അടങ്ങുന്ന ഫുൾ ബെഞ്ച് സിറ്റിംഗ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി കേരള ഹൈക്കോടതി. നമ്മൾ ഡിസ്കസ് ചെയ്ത് +2 പ്രിലിംസ് എക്സാമിൻ്റെ ഫോമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ക്ലാസ് ഇഷ്ടപ്പെടുന്ന ക്ലാസ്സിന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. വരും ക്ലാസ്സുകളിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.